Hello everyone, welcome to another video of eFarm Learning App. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്ന ഡ്രഗുകളുടെ ഫാർമക്കോളജിയാണ്. എന്താണ് ഹാർട്ട് ഫെയിലിയർ? ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് നീഡ്സിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ മെറ്റബോളിക് റിയാക്ഷൻസ് നടക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ബ്ലഡ് പമ്പ് ചെയ്യാൻ നമ്മുടെ ഹാർട്ടിന് കഴിയാതെ വരിക, അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുക. സോ ഇതിൻ്റെ കാരണങ്ങൾ മെയിനായും വരുന്നത് ഇപ്പോൾ കൊറോണറി ആർട്ടറിയിൽ എന്തെങ്കിലും ബ്ലോക്ക് വരിക, കൊറോണറി ആർട്ടറി ഡിസീസ്, അല്ലെങ്കിൽ BP കൂടുക, ദെൻ മയോകാർഡിയൽ കൺട്രാക്റ്റിലിറ്റി എന്തെങ്കിലും അബ്നോർമാലിറ്റി വരിക, അല്ലെങ്കിൽ വെൻട്രിക്കുലർ ഫില്ലിങ് കുറയുക, അതായത് ഡയസ്റ്റോളിക് ഡിസ്ഫങ്ഷൻ സംഭവിക്കുക. ഇത്തരം കാര്യങ്ങളെല്ലാം ഹാർട്ട് ഫെയിലിയറിലേക്ക് നയിക്കാം. ഇനി കൺജസ്റ്റീവ് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്ന ഡ്രഗുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് പരിചയപ്പെടാം. മെയിനായിട്ടും 6 ക്ലാസ്സുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് ഈനോട്രോപ്പിക് ഡ്രഗ്സുകളാണ്. ഇതിൽ തന്നെ 3 സബ് കാറ്റഗറി വരുന്നുണ്ട്. ആദ്യത്തേത് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ഇതിലാണ് ഡിജോക്സിൻ, ഒബെയിൻ പോലെയുള്ള ഡ്രഗ്സുകൾ വരുന്നത്. സിമ്പതോമിമെറ്റിക്സ് ഏജൻസുകളാണ് ഡോപ്പമിൻ ആൻഡ് ഡോബ്യൂട്ടമിൻ. ഫോസ്ഫോഡൈഎസ്റ്ററേസ് 3 ഇൻഹിബിറ്റേഴ്സ് ആണ് ആംബ്രനോൺ ആൻഡ് മിൽറിനോൺ ഡ്രഗ്സുകൾ. ഇനി അടുത്ത കാറ്റഗറിയാണ് റെനിൻ ആൻജിയോടെൻസിൻ ബ്ലോക്കേഴ്സ് അഥവാ ഇൻഹിബിറ്റേഴ്സ്. ഇതിൽ ACE ഇൻഹിബിറ്റേഴ്സിൽ എനലാപ്രിൽ, റാമിപ്രിൽ പോലുള്ള ഡ്രഗ്സുകൾ വരും. ആൻജിയോടെൻസിൻ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, ദാറ്റ് ഈസ് നമ്മുടെ ARBസിൽ ലോസാറ്റൻ, കാൻഡിസാറ്റൻ, ടെൽമിസാറ്റൻ പോലുള്ള സാറ്റൻ ഡ്രഗ്സുകൾ വരും. ദെൻ ഡയൂററ്റിക് കാറ്റഗറിയിലാണ് നമ്മുടെ ഹൈ സീലിംഗ് ഡയൂററ്റിക്സ് ആയ ഫ്രൂസിമൈഡ്, ബ്യൂമെറ്റാനൈഡ് പോലുള്ള ഡ്രഗുകൾ വരുന്നത്. തയസൈഡ് ലൈക്ക് ഡയൂററ്റിക്സിന് എക്സാമ്പിളായിട്ട് നമുക്ക് സിപ്പാമൈഡ്, മെറ്റോലസോൺ, ഹൈഡ്രോക്ലോർ തയസൈഡ് പോലുള്ള ഡ്രഗ്സുകൾ എഴുതാം. അടുത്ത കാറ്റഗറിയാണ് വാസോഡൈലേറ്റേഴ്സ്. വാസോഡൈലേറ്റേഴ്സിനെ 3 സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വീനോഡൈലേറ്റേഴ്സ്, അതിലാണ് നമ്മുടെ ഗ്ലിസറാൾ ട്രൈനൈട്രേറ്റ്, ഐസോസോർബിഡ് ഡൈനൈട്രേറ്റ് ഒക്കെ വരുന്നത്. ആർട്ടീരിയോളർ ഡൈലേറ്റേഴ്സ് ആയിട്ട് ഹൈഡ്രോലസീൻ ഉണ്ട്. ദെൻ ആർട്ടീരിയോളർ പ്ലസ് വീനോഡൈലേറ്റേഴ്സ് ആയിട്ട് സോഡിയം നൈട്രോ പ്രോസൈഡ് വരും. ഇനി ബീറ്റ ബ്ലോക്കേഴ്സ് ആയിട്ട് നമുക്ക് മെറ്റോപ്രലോൾ, കാവിഡിലോൾ, ബിസോപ്രലോൾ പോലുള്ള ഡ്രഗ്സുകൾ അഡ്മിനിസ്റ്റർ ചെയ്യാം. ദെൻ ആൽഡോസ്റ്റിറോൺ അൻറ്റഗോണിസ്റ്റ് കാറ്റഗറിയിലാണ് നമ്മുടെ സ്പൈറനോലാക്ടോൺ, എപ്ലിറിനോൺ പോലുള്ള ഡ്രഗുകൾ വരിക. നമുക്ക് ഇവരുടെ പ്രോട്ടോടൈപ്പ് ഡ്രഗായ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ആദ്യം പരിചയപ്പെടാം. ഇവർ ഗ്ലൈക്കോസിഡിക് ഡ്രഗ്സുകളാണ്. ഈനോട്രോപ്പിക് പ്രോപ്പർട്ടിയാണ് ഇവർ എക്സിബിറ്റ് ചെയ്യുക. ഈനോട്രോപ്പിക് മീൻസ് ഹാർട്ടിൻ്റെ കൺട്രാക്റ്റിലിറ്റീനെയാണ് ഇവർ അഫക്റ്റ് ചെയ്യുക. മയോകാർഡിയൽ കൺട്രാക്റ്റിലിറ്റീനെ ഇവർ ഇൻക്രീസ് ചെയ്യും, കാർഡിയാക് ഔട്ട്പുട്ട് കൂട്ടും. ഹൈപ്പോഡൈനാമിക് ഹാർട്ട് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്ത, അതായത് ഒരു ഫെയിലിംഗ് ഹാർട്ടിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കൺട്രാക്റ്റിലിറ്റി എല്ലാം ഇൻക്രീസ് ചെയ്യുമ്പോഴും അവർ ഓക്സിജൻ കൺസംഷന് കൂട്ടാറില്ല. ഓക്കെ, സോ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ് ഒരുപാട് പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് കിട്ടും. നമ്മുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഡിജിറ്റാലിസ് ലനേറ്റയാണ്. ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് എന്ന് പറയുന്നതും ഈ ഡിജോക്സിൻ ആണ്. ഇനി ഡിജിറ്റാലിസ് പർപ്യൂറ എന്ന് പറയുന്ന ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡിയാക് ഗ്ലൈക്കോസൈഡ് ആണ്. സ്ട്രൊഫാന്തസ് ഗ്രേറ്റസ് എന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ഒരു കാർഡിയാക് ഗൈക്കോസൈഡ് ആണ് ഒബെയിൻ. പക്ഷേ ഇത് രണ്ടും നമ്മളിപ്പോൾ യൂസ് ചെയ്യാറില്ല ക്ലിനിക്കലി. നമുക്ക് ഡിജോക്സിൻ്റെ ഫാർമക്കോളജി നോക്കാം. ഫാർമക്കോകൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡിനോടൊപ്പം ഇത് അഡ്മിനിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അബ്സോർപ്ഷൻ ഡിലേ ആവും. ഡിസ്ട്രിബ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ 6 to 8 liters per kg ആണ് ഇതിൻ്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഡിജോക്സിൻ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഹാർട്ട്, സ്കെലിറ്റൽ മസിൽ, ലിവർ, കിഡ്നി പോലെയുള്ള ഓർഗൻസിലാണ്. മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ്. എക്സ്ക്രീഷൻ യൂറിൻ വഴി കിഡ്നിയിലൂടെയാണ്. ഫാർമക്കോളജിക്കൽ ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ടിൽ ഫോഴ്സ് ഓഫ് കൺട്രാക്ഷൻ ഇവർ കൂട്ടും. അതുകൊണ്ടാണ് പോസിറ്റീവ് ഈനോട്രോപ്പിക് ആക്ഷൻ ഉണ്ട് എന്ന് പറയുന്നത്. ഇനി ടോൺ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫെയിലിംഗ് ഹാർട്ടിൻ്റെ എൻ ഡയസ്റ്റോളിക് സൈസ് അല്ലെങ്കിൽ എൻ ഡയസ്റ്റോളിക് വോളിയം ഇവർ കുറയ്ക്കും. അതുകൊണ്ട് തന്നെ
നമ്മുടെ ഹാർട്ടിന് അനുഭവപ്പെടുന്ന സ്ട്രെയിൻ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇനി ഹാർട്ട് റേറ്റ്, കൺട്രാക്റ്റിലിറ്റി കൂട്ടുമ്പോഴും ഇവർ ഹാർട്ട് റേറ്റ് കുറയ്ക്കും, ബ്രാഡിക്കാർഡിയ കോസ് ചെയ്യും. അതിൻ്റെ കാരണം ഇവർ AV കണ്ടക്ഷനെ ബ്ലോക്ക് ചെയ്യുന്നു. സോ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നു. ദെൻ പോസിറ്റീവ് ഇനോട്രോപ്പിക് ആക്ഷൻ ഉള്ളത് കാരണം നമ്മുടെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഇവരെ ഹെൽപ്പ് ചെയ്യും. ഇലക്ട്രോഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസിലുള്ള ആക്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യലിനെ സംബന്ധിച്ചിടത്തോളം AV നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ്, ഈ ഏരിയയിലുള്ള ഫേസ് 0 ഡീപോളറൈസേഷൻ റേറ്റ് ഇവർ കുറയ്ക്കും. പർക്കിൻജെ ഫൈബേഴ്സിലെ ഫേസ് 4 ഡീപോളറൈസേഷൻ്റെ സ്ലോപ്പ് കൂട്ടും. SA നോഡിൻ്റെയും AV നോഡിൻ്റെയും ഓട്ടോമാറ്റിസിറ്റി ഇവർ കുറയ്ക്കും. അതിന് കാരണം വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി എക്സൈറ്റബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ലോ ഡോസിൽ എക്സൈറ്റബിലിറ്റി കൂടുതലായിരിക്കും, ഹൈ ഡോസിൽ എക്സൈറ്റബിലിറ്റി കുറയും. AV കണ്ടക്ഷൻ നമ്മൾ തെറാപ്യൂട്ടിക് ഡോസിൽ എടുക്കുമ്പോൾ സ്ലോ ആയിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് AV കണ്ടക്ഷൻ കുറയുന്നത് കൊണ്ടാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയുന്നത് ഡിജിറ്റാലിസ് എടുക്കുമ്പോൾ. ദെൻ ECGയിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചേഞ്ചസ് നമുക്ക് കാണാം തെറാപ്യൂട്ടിക് ഡോസിൽ എടുക്കുമ്പോൾ തന്നെ. ഫസ്റ്റ് ചേഞ്ച് നമ്മുടെ T വേവിൻ്റെ ഹൈറ്റ് കുറയാം, ദാറ്റ് ഈസ് ആംപ്ലിറ്റ്യൂഡ് കുറയാം. നിങ്ങൾക്കിവിടെ നോർമൽ ECGയും കൊടുത്തിട്ടുണ്ട്, ഡിജിറ്റാലിസ് എടുത്തതിന് ശേഷമുള്ള ECGയും കൊടുത്തിട്ടുണ്ട്. നോക്കാം, T വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹൈറ്റ് ആണ്. സോ നോക്കാം, T വേവിൻ്റെ ഹൈറ്റ് ഒന്നെങ്കിൽ കുറയാം, ഇല്ല എങ്കിൽ T വേവ് എങ്ങനെയാവാം? തല തിരിഞ്ഞ് വരാം, ദാറ്റ് ഈസ് ഇൻവേർഷൻ ഓഫ് T വേവ്. നമുക്കിവിടെ ഇമേജിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ദെൻ QT ഇൻ്റർവെൽ ഷോർട്ട് ആവാം. നമ്മുടെ നോർമൽ QT ഇൻ്റർവെൽ കണ്ടോ, അതിനേക്കാൾ ഷോർട്ടായിരിക്കും ഡിജിറ്റാലിസ് എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരാളുടെ ECGയിലെ QT ഇൻ്റർവെൽ. ST സെഗ്മെൻറ്റ് ഡിപ്രഷൻ സംഭവിക്കാം. നോക്കിയേ, ST സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇമേജിൽ കാണാം, അതിന് ഡിപ്രഷൻ സംഭവിക്കാം. ദെൻ എന്താണ് ഡിജോക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ? നമുക്ക് നോക്കാം. ഡിജോക്സിൻ നോർമലി വേഗൽ ആക്ടിവിറ്റി കൂട്ടും, AV കണ്ടക്ഷൻ കുറയ്ക്കും, അങ്ങനെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും. ഇനി എങ്ങനെയാണ് ഇവർ കൺട്രാക്റ്റിലിറ്റി കൂട്ടുന്നത് നമുക്ക് നോക്കാം. ഹാർട്ട് റേറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി കൺട്രാക്റ്റിലിറ്റി കൂട്ടുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഡിജോക്സിൻ വന്നിട്ട് സോഡിയം പൊട്ടാസ്യം ATPase എന്ന പമ്പിനെ ബ്ലോക്ക് ചെയ്യും. നമുക്ക് ഈ ഒരു ഇമേജിലേക്ക് വരാം. ഇത് നമ്മുടെ കാർഡിയാക് മസിലാണ്. ഇവിടെ നമുക്ക് കുറേ ചാനൽസ്, അയൺ ചാനൽസ് ഉണ്ട്, കുറേ പമ്പുകളുണ്ട്. നോക്കിയേ, ഇത് L ടൈപ്പ് കാൽഷ്യം ചാനലാണ്, ഇത് കാൽഷ്യം ATPase പമ്പാണ്. ദെൻ ഇതെന്ന് പറയുന്നത് സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചറാണ്. ദെൻ നമുക്കിവിടെ സോഡിയം പൊട്ടാസ്യം ATPase ഉണ്ട്. അപ്പോൾ ഇവിടെ L ടൈപ്പ് കാൽഷ്യം ചാനൽ വഴി കയറി വരുന്ന കാൽഷ്യം, ഓക്കെ, ഈ കാൽഷ്യം പുറത്തേക്ക് പോകുന്നത് ഈ ഒരു സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ വഴിയാണ്. അപ്പോൾ ഈ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ വഴി സോഡിയം ഉള്ളിലേക്ക് വരും, അപ്പോൾ ഉള്ളിൽ നിന്ന് കാൽഷ്യം പുറത്തേക്ക് പോകും. സോ ഇവിടെ നമുക്ക് നമ്മുടെ മസിലിനെ, കാർഡിയാക് മസിലിനെ കൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് വേണ്ടത്. കൺട്രാക്ഷൻ നടക്കണമെങ്കിൽ സെല്ലിൻ്റെ ഉള്ളിലെ കാൽഷ്യം ലെവൽ കൂടുതലായിരിക്കണം. സോ അതവിടെ നിൽക്കട്ടെ. ഈ ഉള്ളിലേക്ക് സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ വഴി കയറി വന്ന സോഡിയം എന്ത് ചെയ്യും? ഇവിടെയുള്ള സോഡിയം പൊട്ടാസ്യം ATPase പമ്പ് വഴി പുറത്തേക്ക് പോകും, പകരം പൊട്ടാസ്യം അയോൺസ് ഉള്ളിലേക്ക് വരും. ഇങ്ങനെയാണ് നോർമലി നടക്കുക. നമ്മുടെ ഡ്രഗ് എന്ത് ചെയ്തു? ഡ്രഗ് വന്നിട്ട് ഈ ഒരു സോഡിയം പൊട്ടാസ്യം ATPaseൽ പൊട്ടാസ്യം ബൈൻഡ് ചെയ്യുന്ന സൈറ്റിൽ വന്ന് ഡിജോക്സിൻ ബൈൻഡ് ചെയ്തു. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു സോഡിയം പൊട്ടാസ്യം ATPase ഇൻഹിബിറ്റ് ആവും. അപ്പോൾ പിന്നെ സോഡിയത്തിന് ഈ പമ്പ് വഴി പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പുറത്തേക്ക് പോയില്ല എങ്കിൽ ഇൻട്രാസെല്ലുലാർ സോഡിയം ലെവല് കൂടാൻ തുടങ്ങും. ഈ സോഡിയം ലെവല് കൂടാൻ തുടങ്ങുമ്പോൾ സോഡിയം കാൽഷ്യം എക്സ്ചേഞ്ചർ ഇവിടെ വർക്ക് ചെയ്യില്ല. കാരണം ഓൾറെഡി സെല്ലിൻ്റെ ഉള്ളിൽ സോഡിയം കൂടി നിൽക്കാം. അപ്പോൾ പുറത്തുനിന്ന് വീണ്ടും ഈ എക്സ്ചേഞ്ചർ വഴി സോഡിയം കയറി വരുമോ?
കയറി വരില്ല. അതുകൊണ്ട് കാൽഷ്യത്തിന് പുറത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഇൻട്രാ സെല്ലുലാർ കാൽഷ്യം ലെവൽ കൂടാൻ തുടങ്ങും. ഈ കാൽഷ്യം ലെവൽ കൂടുന്നത് കാരണം നമ്മുടെ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലുള്ള റയനോഡിൻ റിസപ്റ്റർ കാൽഷ്യം ചാനൽ എന്ത് ചെയ്യും? ഓപ്പൺ ആവും. അങ്ങനെ സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന കാൽഷ്യം കൂടി സെല്ലിൻ്റെ ഉള്ളിലേക്ക് റിലീസ് ആവാൻ തുടങ്ങും. അങ്ങനെ കാൽഷ്യം ലെവൽ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ കപ്ലിംഗ് റിയാക്ഷൻ നടക്കും. സോ മസിൽ കൺട്രാക്ട് ചെയ്യും. ദാറ്റ് ഈസ് പോസിറ്റീവ് ഇനോട്രോപ്പിക് എഫക്റ്റ് കിട്ടും. അങ്ങനെ കാർഡിയാക് ഔട്ട്പുട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കും. ബൈ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്, അതേപോലെ ഡയഗ്രമാറ്റിക്കലിയും കൊടുത്തിട്ടുണ്ട്. ഇനി നോർമലി ഈ കൺട്രാക്ഷൻ കഴിഞ്ഞാൽ ഈ കാൽഷ്യത്തിന് എന്ത് ചെയ്യും? ഫോസ്ഫോലെംബാൻ ഈ ഒരു സാർക്കോപ്ലാസ്മിക് എൻഡോപ്ലാസ്മിക് റെട്ടിക്കുലം കാൽഷ്യം ATPase 2 എന്ന ട്രാൻസ്പോർട്ടർ വഴി ഈ ഇൻട്രാസെല്ലുലാർ കാൽഷ്യത്തിനെ തിരിച്ച് സാർക്കോപ്ലാസ്മിക് റെട്ടിക്കുലത്തിലേക്ക് കയറ്റി സ്റ്റോർ ചെയ്യും. ഓക്കെ, പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നമുക്ക് കാൽഷ്യം വേണം. ഓക്കെ, കാൽഷ്യം കൂടുതലായിട്ട് നമ്മൾ സെല്ലിൻ്റെ ഉള്ളിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് വേണ്ടത്. എന്നാലേ നമുക്ക് ഹാർട്ടിനെ കൺട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റത്തുള്ളൂ.